ലഫ്റ്റനന്റ് രോഹനും സംഘവും താർ മരുഭൂമിയിലൂടെ ഒരു അതിഗൗരവമേറിയ രഹസ്യ ദൗത്യത്തിനായി യാത്ര ചെയ്തു. ശത്രുപ്രദേശങ്ങളുടെ അതിരുകളിലൂടെ കടന്നുപോകുന്ന അവരുടെ ലക്ഷ്യം ഒരു പ്രധാന രഹസ്യ വിവരക്കടലാസുകൾ ഒരു സൈനിക ക്യാമ്പിലേക്ക് സുരക്ഷിതമായി എത്തിക്കുകയായിരുന്നു. അതിനായി അവർക്ക് മാത്രമേ ആശ്രയിക്കാനാകുള്ളൂ ഒരു കരുത്തുറ്റ സൈനിക ജീപ്പും അവരുടെ അവിശ്രാന്തമായ മനസ്സു മാത്രം. കർക്കശമായ സൂര്യൻ തലമുകളിൽ ഒളിച്ചു നിൽക്കും. ശക്തമായ കാറ്റ് മണൽ പൊടിപടലങ്ങളായി ഉയർത്തി ദൃശ്യമാനത കുറച്ചു. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം, രോഹൻ തോക്കുഭദ്രമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ റേഡിയോ കിരുക്കി, ശത്രുസംഘങ്ങൾ സമീപത്തുണ്ട്. സൂക്ഷിച്ച് മുന്നോട്ടു പോകുക. രാത്രിയാകുമ്പോൾ അവർ നക്ഷത്രങ്ങൾ നോക്കി ദിശ കണ്ടെത്തി. ശത്രുക്കൾ പതിയിരിക്കുന്ന പാതകൾ ഒഴിവാക്കി. അപ്പോൾ അകലെ ഒരു വെളിച്ചം തെളിഞ്ഞു, ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകൾ. ശത്രു. ഒരാൾ കരഞ്ഞു. വെടിവെപ്പും അതിവേഗ പിന്തുടരലും ആരംഭിച്ചു. രോഹൻ ജീപ്പ് ഉരുണ്ടുപോകുന്ന മരുഭൂമി വഴികളിലൂടെ നിയന്ത്രിച്ചു, വെടിയേറ്റുമാറി. ഒടുവിൽ അദ്ദേഹം ഒരു കന്നിനിലേക്ക് വാഹനം നയിച്ചു. ശത്രുക്കൾ പിന്തുടർന്നപ്പോൾ സംഘാംഗങ്ങൾ പാറമേൽ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചു. കല്ലുകൾ ഇടിഞ്ഞു വീണ് ശത്രുവാഹങ്ങൾ കുടുങ്ങി. സൂര്യോദയത്തോടെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. ദൗത്യം വിജയകരമായി പൂർത്തിയായി. മരുഭൂമിയിലെ സൂര്യൻ കുതിച്ചുയരുമ്പോൾ രോഹനും സംഘവും തങ്ങളുടെ വിജയത്തിന്റെ തിളക്കം ആസ്വദിച്ചു. ഈ ദൗത്യം മാത്രമല്ല, അവർക്ക് മുന്നിൽ ഇനി പുതിയൊരു സാഹസിക യാത്ര കാത്തിരിക്കുന്നു.